രാവിലെ എക്സസൈസ് ഇല്ലാണ്ട് എന്നാ ഒരു പരിപാടി അല്ലേ. സോ അപ്പോൾ രാവിലെ ഒരു എക്സസൈസോട് കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല അടിപൊളി ഡേ ആണ്. അപ്പം രാവിലെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് സെറ്റപ്പായി വന്നിട്ട് വേണം. മീൻസ് ഒരു കുറേ നാളായിട്ട് ജിമ്മിൽ പോകാത്തത് കൊണ്ട് എന്താ പറയുക, ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം വേണം ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് രാവിലത്തെ പരിപാടി ഇന്ന് ജിമ്മിങ് ആണ്. കുറേയൊക്കെ എക്സസൈസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബോഡി സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ കുറച്ച് അല്ലാതെ വരുന്ന സാധാ വരുന്ന എക്സസൈസുകളൊക്കെ എല്ലാ ദിവസത്തെയും പോലും ചെയ്യുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുക, നല്ലൊരു പ്രസൻറ്റ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് സന്തോഷമായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അങ്ങനെ എക്സസൈസിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. വീട്ടിലിറങ്ങുന്ന സമയത്ത് നല്ല പൊളപ്പൻ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നതിൽ പിന്നെ അങ്ങനെ ഒരു കാര്യത്തിലും ഒരു കോൺസെൻട്രേഷനും ഇല്ല. എന്നാലും ആക്റ്റീവായിട്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നത് കേട്ടോ. വെയ്റ്റ്സും കാര്യങ്ങളൊക്കെ ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് വീട്ടിലിറങ്ങുന്ന സമയത്ത്. 7 മണിന്നൊരു സമയം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ കയറിയിട്ട് എന്നും ചെയ്തുകൊണ്ടിരുന്ന വൈകിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. തുണി അലക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടത്തേക്കുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെ അലക്കിയിടണമായിരുന്നു. അപ്പം തുണിയൊന്നും അലക്കിക്കാമെന്ന് വിചാരിച്ചു. മെഷീനിലിട്ടിട്ട് എല്ലാം സെറ്റപ്പാക്കി. അതിനുശേഷമാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പക്ഷേ പല്ല് തേക്കാൻ മറന്നുപോയി. എന്നാൽ പല്ല് തേച്ചാൽ കാലത്ത് വിചാരിച്ചു. ഞാൻ കുളിച്ചിട്ട് വന്നതാണ്. കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞപ്പോഴും മറന്നുപോയി പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പം പല്ല് ഒന്ന് രാഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല്ല് തേക്കുകയാണ് ഇപ്പം. പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഞാനിന്നൊരു ഷോർട്സാണ് ഇട്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തണുപ്പില്ലാത്തതുകൊണ്ട് ഷോർട്സൊക്കെ ഇട്ട്, അതുപോലെ ഒരു നല്ല അയർലൻഡിൻ്റെ ഒരു നല്ല പേരൊക്കെയുള്ള നല്ല അടിപൊളി സെറ്റ് ജാക്കറ്റൊക്കെ അടിച്ച് കയറ്റിയിട്ടെന്നാൽ പോയേക്കെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂസൊക്കെ ഇട്ട് പതുക്കെ പോവുകയാണ്. നമ്മുടെ ഷോപ്പിങ്ങിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബിൻ മല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാശിനുള്ള 2 ആഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് ഓടം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ അയർലൻഡ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ് ആക്ച്വലി. സോ എല്ലാ കാര്യങ്ങൾക്കും നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ചിലവഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഭയങ്കര പാടാണ് ആക്ച്വലി. സോ നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇത്രയും വന്ന സമയങ്ങളിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ ഒരു പ്ലാനൊക്കെ വേണം എന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സേവിങ്സ് ഒക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് ഇതാ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്ലാനോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്കുള്ള ചെറിയ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത്, നമ്മൾ അന്ന് പണ്ട് പോയ കിൽബാറയ്ക്ക് തന്നെയാണ് പോകുന്നത്. കിൽബാറയ്ക്കാണ് ഇവിടെ അടുത്താണ്. അപ്പോൾ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അവിടെയാണ് ഇന്ന് പോകാനായിട്ട് പോകുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് കിച്ചണിലേക്ക് വേണ്ട 2-3 ആഴ്ചയ്ക്ക് വേണ്ടുള്ള സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഇന്നോട്ട് എനിക്ക് വർക്കാണ്. ഈ മാസം കുറച്ച് ഓവർ ടൈം ഒക്കെ എടുത്തിട്ടുള്ള മാസമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വർക്കൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പോയി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് നമ്മൾ പോയി മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ദിവസമാണ്. ഇന്നലത്തെ പോലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാം. ഷോർട്സ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. നമ്മളിന്നിപ്പോൾ നല്ല അടിപൊളി ദിവസം ആയതുകൊണ്ട് ഇന്നിപ്പം ഫുൾ ജാക്കറ്റ് ഒന്നും ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഈസി ആയിട്ട് പോയിട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സൂപ്പറായിട്ടുള്ള ചെടിയാണ് കേട്ടോ. നല്ല അടിപൊളി ലാവൻഡർ കളറുള്ള ഒരു ചെടിയാണ്. റീസെൻ്റായിട്ട് ഈ വീട് റീഫർബിഷ് ചെയ്ത സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് നമ്മുടെ സ്ട്രീറ്റൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. നമ്മളെന്നും പറയുന്ന പോലെ ഒരു 10 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് എത്താൻ. കിൽബാർക്ക് ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പോൾ അവിടെ ടെസ്കോയിനാണ് സാധനം മേടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ റോഡിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 നിലയുള്ള ബസ്സൊക്കെ ഓടി പോകുന്നുണ്ട്. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഇഡൻബോറിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെയാണ് ഞാൻ മുടി വെട്ടാൻ വരുന്നത്. നിങ്ങൾക്കറിയാൻ തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന കേട്ടോ, വലത് സൈഡിൽ കാണുന്ന ആ ചേട്ടൻ നിന്ന കടയാണ് എൻ്റെ മുടി വെട്ട് കട. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടങ്ങ് പോയി കഴിയുമ്പം അവിടെ വലത് സൈഡിലൊരു സെൻട്രയുണ്ട്. ആ സെൻട്രയുടെ സൈഡിലായിട്ട് നമ്മൾ ഉപയോഗിച്ച കുപ്പികളൊക്കെ നമുക്ക് റിട്ടേൺ കൊടുക്കാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പൈസ തിരിച്ച് കിട്ടുമേ.
അപ്പം ആ സെൻട്രയുടെ ഭാഗത്തുള്ള 1-2 അത്യാവശ്യം ചെറിയ ഷോപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുടിവെട്ട് കടയുണ്ട്, ഫാർമസി ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ എന്നും കാണാറുള്ള പൂ വിൽക്കണ കട, പൂ വിൽക്കണ കടയാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളിരിപ്പുണ്ട് കേട്ടോ, പൊളിയാണ്. ചെറിയ ചെറിയ ചെടികളാണ്. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാൻ തൂക്കിയിട്ടേക്കണ ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു വീഡിയോയൊക്കെ പിടിച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങ് പോയി. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ സ്ട്രീറ്റ്സിൽ നല്ല രസമാണ് കേട്ടോ. റോസാപ്പൂവൊക്കെ നിങ്ങൾ കാണാൻ പൊള്ളപ്പനാണ്. നല്ല മഞ്ഞപ്പൂക്കളുണ്ട്, റോസാപ്പൂക്കളുണ്ട്, അങ്ങനെ നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന സമയമാണ് ഇപ്പം. അറിയാലോ, വിൻ്ററൊക്കെ അങ്ങ് തീർന്ന് ഡിസംബറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കിൽബാറക് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ കുറേ ചെടികളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്റർ എത്തി. ഈ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ടേക്ക് അവേ ഷോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ടെസ്കോയുടെ ഉള്ളിൽ കയറിയിട്ട്, അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സെക്ഷനിലേക്കാണ് ആദ്യം പോയത് ഒരു ബ്രെഡ് എടുക്കാൻ വേണ്ടി. പക്ഷേ ബ്രെഡ് മേടിച്ചില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സാധനങ്ങൾ ചുവന്നുകൊണ്ട് വരാനുള്ള ഉള്ളതുകൊണ്ട് ഞാൻ അത് പതിഞ്ഞു പോരെന്ന് വിചാരിച്ചിട്ട് മേടിച്ചില്ല. തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടുന്ന് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബില്ലെല്ലാം പേ ചെയ്ത് ഇത്രയും സാധനങ്ങൾ കേട്ടോ ഞാൻ മേടിച്ചത്. വളരെ കുറഞ്ഞൊരു പൈസയ്ക്കാണ് മേടിച്ചത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഭവനത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മടുത്തു പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കി പിടിച്ചുകൊണ്ട് വരണമല്ലോ. കാരണം ഇത്ര ദൂരം ഉള്ളെങ്കിലും നമ്മളാകെ മടുത്തു പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വെച്ചിട്ടൊന്നും ശരിക്കും നിവരുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൊണ്ടുവന്ന് മേശപ്പുറത്തൊക്കെ വെച്ച് ഓക്കെ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്യാവശ്യം നമ്മളൊരു 3 വീക്സിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് കുറേയധികം. ഇന്നിപ്പോൾ ഞാനിവിടെ ടെസ്കോയിൽ പോയിട്ടാണ് ഷോപ്പ് ചെയ്തത്. ഏകദേശം 42 യൂറോസ് ആയി ഇത്രയും സാധനം മേടിച്ചത്. കുഴപ്പമില്ല, ഒരുമാതിരി നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും നോക്കാനും കൂടെ ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ കിട്ടുന്ന എടുത്തുകൊണ്ട് പോരുക എന്നുള്ള ആ ഒരു ഇതായിരുന്നു നേരത്തെയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ മാനേജ് ചെയ്തിട്ട് നമ്മൾ എല്ലാം നോക്കി കണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഏകദേശം 42 യൂറോസോട് കൂടി നമുക്കിത് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് പോയി ഇത്രയും കറക്റ്റായിട്ട് നോക്കി കാര്യങ്ങൾ ചെയ്ത് സാധനങ്ങൾ മേടിച്ച് അത്യാവശ്യം നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും തന്നെ മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ മേടിക്കാനുണ്ട്, പക്ഷെ ഇത്രയല്ല ഉള്ളത്. അത്യാവശ്യം എന്നാലും മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു ഫുഡ് ഐറ്റംസ് സാധനങ്ങൾ മേടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് നോക്കി ഒത്തിരി വിലയുള്ള സാധനങ്ങൾ മേടിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ പൈസ സേവ് ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞ പോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നോക്കി കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാടായിരിക്കും. ഇപ്പോൾ കടയിലൊക്കെ പോയി വന്നിട്ട് എന്താ പറയുക, ഭക്ഷണം ഉണ്ടാക്കാൻ നേരം കിട്ടില്ല സത്യം പറഞ്ഞാൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ബർഗർ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാറ്റി മേടിച്ചായിരുന്നു. അത് മേടിച്ചിട്ട് വന്നിട്ട് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ അലക്കാനുണ്ടായിരുന്ന തുണിയെല്ലാം നല്ല സെറ്റപ്പായിട്ട് അലക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുറത്ത് വെയിലത്തേക്ക് എടുത്തിടുവാണ്. ഇതിപ്പോൾ മഴയില്ലാത്ത ദിവസം ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ഇട്ട് ഉണക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തേക്ക് കൊണ്ടുപോകാനുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂടെ. അപ്പം അത് ഇട്ടുകൊണ്ട് പോകാനുള്ളതാണ്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. നല്ല വെയിലല്ല, അപ്പോൾ സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് വന്ന സമയത്ത് നമ്മൾ ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് സെറ്റപ്പായിട്ട് കുക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് ബ്രെഡൊക്കെ എടുത്ത് കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് സോസ് എല്ലാം ഒഴിച്ച് എല്ലാം സെറ്റപ്പാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഉള്ള അടിപൊളി സാധനമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഡേ അങ്ങ് ഫിനിഷായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വർക്കിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആനുവൽ ലീവിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോയി അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ആ ഒരു ദിവസം അങ്ങ് തീർന്നു. ഇനി വൈകിട്ട് ജോലിക്ക് പോകണം.